ജീവിതത്തിൽ പ്രതിസന്ധികൾ നിങ്ങളെ തളർത്തുമ്പോൾ, ശത്രുക്കൾ നിങ്ങളുടെ വഴിമുടക്കുമ്പോൾ, ബുദ്ധികൊണ്ടും തന്ത്രം കൊണ്ടും എങ്ങനെ വിജയം നേടാമെന്ന് പറഞ്ഞുതരുന്ന മലയാളത്തിലെ വേറിട്ടൊരു മോട്ടിവേഷണൽ പ്ലാറ്റ്ഫോം. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനസ്സിനും ചാണക്യതന്ത്രങ്ങളുടെ കരുത്തുപകരുന്ന നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് ചാണക്യലോകം. ചില മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ചുറ്റും എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടായാലും, എത്രപേർ അവരെ തകർക്കാൻ നോക്കിയാലും അവർ വീണുപോകില്ല. അതിശയിപ്പിക്കുന്ന വേഗത്തിൽ അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ചാണക്യൻ ഇതിന് വ്യക്തമായ ഒരുത്തരം നൽകുന്നുണ്ട്. ദൈവം കൂടെയുള്ളവരെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല. സത്യത്തിൽ ആരാണ് ഈ ദൈവം? നമ്മളെ സംരക്ഷിക്കാൻ ആകാശത്തുനിന്നും പെട്ടെന്നൊരു ദിവസം ആരെങ്കിലും ഇറങ്ങിവരുമെന്നാണോ ചാണക്യൻ പറയുന്നത്? ലക്ഷക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയായ ആ മഹാനായ ഗുരു വ്യക്തമാക്കുന്നത് അതല്ല. ചാണക്യനീതി പ്രകാരം ദൈവമെന്നത് വിഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ ചിന്തകളിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മുടെ ഉള്ളിലെ നന്മയിലുമാണ് ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും സത്യത്തിന്റെ വഴിയിൽ മാത്രം സഞ്ചരിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിലെ ഒരു അദൃശ്യശക്തി അവൻ പോലും അറിയാതെ അവനു ചുറ്റും ഒരു വലിയ പ്രതിരോധ കോട്ടയായി രൂപപ്പെടും. ഇങ്ങനെയുള്ള ആളുകളെ തകർക്കാൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ ശത്രു വിചാരിച്ചാൽ പോലും നടക്കില്ല. കാരണം അവർക്കെതിരെ വരുന്ന ഓരോ കെണികളെയും ഈ ദൈവിക ശക്തി തന്ത്രപൂർവ്വം ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ കൂടെ ഈ ഈശ്വരന്റെ അനുഗ്രഹമുണ്ടെന്ന കാര്യം നമ്മൾ തിരിച്ചറിയാറില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഈ അദൃശ്യമായ കൈകൾ കൂടെയുണ്ടെന്ന് കാട്ടിത്തരുന്ന ചാണക്യൻ തന്റെ തന്ത്രങ്ങളിലൂടെ വിവരിക്കുന്ന ആ 4 അത്ഭുത സൂചനകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ചാണക്യൻ പറയുന്നു, ഈശ്വരൻ ഒരിക്കലും വിഗ്രഹങ്ങളിൽ മാത്രമല്ല ജീവിക്കുന്നത്, അത് നമ്മുടെ ചിന്തകളിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലുമാണ്. ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ വലിയ തോൽവികൾ തരുമ്പോഴും നിങ്ങൾ ധർമ്മത്തിന്റെ വഴി വിടാതിരുന്നിട്ടുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഇത് വെറുമൊരു വാക്കല്ല, മഹാനായ ആചാര്യ ചാണക്യന്റെ സ്വന്തം ജീവിതം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. അന്നത്തെ മഗധ സാമ്രാജ്യത്തിന്റെ അഹങ്കാരിയായ രാജാവ് ധനനന്ദൻ തന്റെ സദസ്സിൽ വെച്ച് ചാണക്യനെ ക്രൂരമായി അപമാനിക്കുകയും കൊട്ടാരത്തിൽ നിന്നും ഇറക്കിവിടുകയും ചെയ്ത ആ കറുത്ത ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുമില്ലാത്ത ഒരു സാധാരണ ബ്രാഹ്മണനായിരുന്നു അന്ന് ചാണക്യൻ. അധികാരവും ലക്ഷക്കണക്കിന് സൈനികരുമുള്ള ധനനന്ദൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ചാണക്യന്റെ ജീവൻ അവസാനിപ്പിക്കാമായിരുന്നു. ശത്രുക്കൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. പക്ഷേ അവിടെയാണ് അത്ഭുതം സംഭവിച്ചത്. ചാണക്യന്റെ കയ്യിൽ പണമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ധർമ്മമുണ്ടായിരുന്നു. സത്യത്തിന്റെ വഴിയിലായിരുന്നു അദ്ദേഹം. അതുകൊണ്ടുതന്നെ പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ അനുഗ്രഹം ആ ജ്ഞാനിയുടെ കൂടെ നിന്നു. ധനനന്ദൻ ഒരുക്കിയ എല്ലാ മരണക്കെണികളിൽ നിന്നും ദൈവികമായ ബുദ്ധിയിലൂടെ ചാണക്യൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാത്രമല്ല, ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന സാധാരണക്കാരനായ ഒരു കുട്ടിയെ കണ്ടെത്തി അവനെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി മാറ്റാൻ ചാണക്യന് കഴിഞ്ഞു. അഹങ്കാരിയായ ധനനന്ദന്റെ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ തകർക്കാൻ വലിയ പണക്കാരോ സ്വാധീനമുള്ളവരോ ആയ ശത്രുക്കളുണ്ടായേക്കാം. അവർ നിങ്ങൾക്ക് മുന്നിൽ വലിയ കെണികൾ ഒരുക്കിയേക്കാം. പക്ഷേ നിങ്ങൾ ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും വഴിയിലാണ് നടക്കുന്നതെങ്കിൽ, ആരെയും ചതിക്കാൻ പോയിട്ടില്ലെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ചാണക്യനെ സംരക്ഷിച്ച അതേ പ്രപഞ്ചശക്തി നിങ്ങളെയും കാത്തുരക്ഷിക്കും. താൽക്കാലികമായി നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടായേക്കാം, പക്ഷേ അന്തിമ വിജയം നിങ്ങളുടെ കൂടെയായിരിക്കും. കാരണം ധർമ്മത്തിന്റെ കൂടെയുള്ളവരെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. സൂചന 2. അന്തർജ്ഞാനം അഥവാ മനസ്സിന്റെ വിളി, ദ ഡിവൈൻ ഇൻറ്റ്യൂഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ അത്ഭുത സൂചനയിലേക്ക് കടക്കാം. ചാണക്യനീതി പ്രകാരം ദൈവം കൂടെയുള്ളവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് അവരുടെ അന്തർജ്ഞാനം അല്ലെങ്കിൽ മനസ്സിന്റെ വിളി. നമുക്ക് വലിയൊരു അപകടം വരുമ്പോഴോ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ചതിക്കാനൊരുങ്ങുമ്പോഴോ നമ്മുടെ മനസ്സ് നമ്മളോട് മുൻകൂട്ടി പറയും, അങ്ങോട്ട് പോകരുത് അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കരുത് എന്ന്. പലരും ഇതിനെ വെറുമൊരു തോന്നലായി തള്ളിക്കളയാറുണ്ട്. എന്നാൽ ചാണക്യൻ പറയുന്നു, ഈ 6ാം ഇന്ദ്രിയമെന്നത് നിങ്ങളുടെ കൂടെയുള്ള ഈശ്വരൻ മനസ്സിലൂടെ നൽകുന്ന സൂചനയാണ്. ആചാര്യ ചാണക്യന്റെ ജീവിതത്തിൽ ഇതിന് കൃത്യമായൊരു തെളിവുണ്ട്. മഗധ സാമ്രാജ്യം കീഴടക്കിയ ശേഷം ശത്രുക്കൾ ചാണക്യനെയും ചന്ദ്രഗുപ്തനെയും ഇല്ലാതാക്കാൻ പലവിധത്തിലുള്ള ഗൂഢതന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ചാണക്യൻ ചന്ദ്രഗുപ്തന്റെ ഭക്ഷണശാലയിലേക്ക് നടന്നുവരുമ്പോൾ അവിടുത്തെ തറയിലെ ഒരു ചെറിയ വിള്ളലിലൂടെ ഒരു കൂട്ടം ഉറുമ്പുകൾ ഭക്ഷണ അവശിഷ്ടങ്ങളുമായി പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഉറുമ്പുകളുടെ വായിലിരുന്ന ഭക്ഷണസാധനങ്ങൾ വെന്തുരുകിയതുപോലെയായിരുന്നു. സാധാരണക്കാരനായ ഒരാളാണെങ്കിൽ അതൊരു ചെറിയ കാഴ്ചയായി കണ്ട് അവഗണിച്ചുപോയേനെ. എന്നാൽ ദൈവാനുഗ്രഹമുള്ള ആ ജ്ഞാനിയുടെ അന്തർജ്ഞാനം പെട്ടെന്നുണർന്നു. ആ ഭക്ഷണത്തിൽ മാരകമായ വിഷം കലർന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. ചാണക്യൻ ഉടൻ തന്നെ ആഹാരം കഴിക്കുന്നതിൽ നിന്നും ചന്ദ്രഗുപ്തനെ തടയുകയും വലിയൊരു ദുരന്തത്തിൽ നിന്നും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു.
തന്റെ ഉള്ളിലെ ആ സൂചനയെ അദ്ദേഹം വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് ശത്രുക്കളുടെ ആ വലിയ ചതി പരാജയപ്പെട്ടത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും. വിശേഷിച്ച് സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവ് പ്രകൃത്യാ തന്നെ വളരെ കൂടുതലാണ്. നിങ്ങളെ ചതിക്കാൻ ഭാവിക്കുന്ന ഒരാളെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു ഭയം തോന്നുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ കൂടെയുള്ള ദൈവിക ശക്തി നിങ്ങളെ അപകടങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിലൂടെ തരുന്ന മുന്നറിയിപ്പാണത്. ദൈവം കൂടെയുള്ളവരെ ഒരു കെണിയിലും വീഴാൻ ആ അദൃശ്യശക്തി അനുവദിക്കില്ല. കൃത്യമായ സൂചനകൾ ഉള്ളിൽ തന്നുകൊണ്ടേയിരിക്കും. സൂചന 3. തകർക്കാൻ നോക്കുന്നവരുടെ തകർച്ച. ദ ഡൗൺഫോൾ ഓഫ് യുവർ എനിമീസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഏറ്റവും ശക്തമായ സൂചനയിലേക്ക് കടക്കാം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മത്തിന്റെ ഫലം കൃത്യമാണ്. നിങ്ങൾ ജീവിതത്തിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നിങ്ങളുടെ വഴിക്ക് നേരായി ജീവിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാനും തകർക്കാനും നോക്കുന്നവർ തനിയെ തകർന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചാണക്യനീതി പ്രകാരം ദൈവം കൂടെയുള്ളവരോട് കളിക്കാൻ വരുന്നത് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. ആചാര്യ ചാണക്യന്റെ ജീവിതത്തിൽ ഇതിനൊരു മികച്ച ഉദാഹരണമുണ്ട്. മഗധയുടെ രാജാവായിരുന്ന ധനനന്ദന് പർവ്വതകൻ എന്ന ശക്തനായ ഒരു സഖ്യകക്ഷിയുണ്ടായിരുന്നു. ചാണക്യനെയും ചന്ദ്രഗുപ്തനെയും ഇല്ലാതാക്കാൻ ധനനന്ദൻ പർവ്വതകനെ ചതിയിലൂടെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. എന്നാൽ ചാണക്യൻ ആരെയും ചതിക്കാൻ പോയില്ല, തന്റെ ധർമ്മത്തിൽ ഉറച്ചുനിന്നു. അവിടെയാണ് പ്രകൃതിയുടെ കളി തുടങ്ങിയത്. ചാണക്യനെ വീഴ്ത്താൻ ശത്രുക്കളൊരുക്കിയ അതേ കെണികളിൽ അവർ തന്നെ ചെന്ന് ചാടാൻ തുടങ്ങി. ഒടുവിൽ ചാണക്യൻ ഒരു ആയുധം പോലും എടുക്കാതെ, ശത്രുക്കളുടെ ഉള്ളിലെ അഹങ്കാരവും പരസ്പര വിശ്വാസമില്ലായ്മയും കാരണം അവർ തമ്മിലടിച്ചു നശിക്കുകയാണുണ്ടായത്. നിങ്ങളെ ഇല്ലാതാക്കാൻ ശത്രുക്കൾ മെനയുന്ന തന്ത്രങ്ങൾ ദൈവാനുഗ്രഹമുള്ളപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറും. ഇത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ചിലർ ഓഫീസിലോ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കള്ളക്കഥകളുണ്ടാക്കും. അത് കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അവരോട് തർക്കിക്കാൻ പോവുകയുമരുത്. കാരണം നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ അവർ ഒരുക്കുന്ന വലിയ കെണികളിൽ അവർ തന്നെ ചെന്ന് വീഴും. അവർ നിങ്ങളെ താഴെയിറക്കാൻ ശ്രമിക്കുന്തോറും നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും. അവരാകട്ടെ സ്വന്തം കർമ്മഫലം കൊണ്ട് തനിയെ താഴേക്ക് പതിക്കും. ദൈവം കൂടെയുള്ളപ്പോൾ ശത്രുക്കളുടെ എല്ലാ ബുദ്ധിയും വെറും നിഷ്ഫലമായി മാറും എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണിത്. സൂചന 4. മനസ്സിന്റെ അചഞ്ചലമായ ശാന്തത. ദി അൺഷേക്കബിൾ ഇന്നർ പീസ്. ഇനി നമുക്ക് നാലാമത്തെയും അവസാനത്തെയും സൂചനയിലേക്ക് കടക്കാം. ചാണക്യൻ പറയുന്നു, ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം എന്നത് പണമോ പദവിയോ അല്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാത്ത അവന്റെ ശാന്തമായ മനസ്സാണ്. ചുറ്റും എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും, ജീവിതത്തിൽ എന്ത് വലിയ തകർച്ചയുണ്ടായാലും ചിലരുടെ മനസ്സൊട്ടും പതറാതെ ശാന്തമായിരിക്കും. എനിക്കൊന്നും സംഭവിക്കില്ല, എല്ലാം ശരിയാകും, എന്റെ കൂടെ ദൈവമുണ്ട് എന്നൊരു അദൃശ്യമായ ഉറപ്പ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. ഈ അത്ഭുതകരമായ മാനസിക കരുത്ത് വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ആചാര്യ ചാണക്യന്റെ ജീവിതം നോക്കിയാൽ നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കാം. അദ്ദേഹം വെറുമൊരു കൊട്ടാരത്തിലെ മന്ത്രിയായി സുഖലോലുപതയിൽ ജീവിച്ച ആളായിരുന്നില്ല. ഒരു ഭാഗത്ത് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോഴും മറുഭാഗത്ത് അലക്സാണ്ടറുടെ അധിനിവേശവും ആഭ്യന്തര കലഹങ്ങളും ശത്രുക്കളുടെ നിരന്തരമായ വധശ്രമങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതു നിമിഷവും മരണം മുന്നിൽ വരാവുന്ന അവസ്ഥ. പക്ഷേ ചരിത്രരേഖകൾ പറയുന്നത് ഈ പ്രതിസന്ധികളിലൊന്നും ചാണക്യൻ ഒരിക്കൽ പോലും പരിഭ്രാന്തനായിട്ടില്ല എന്നാണ്. അദ്ദേഹം തന്റെ ചെറിയ കുടിലിലിരുന്ന് തികച്ചും ശാന്തനായി അടുത്ത തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ഈശ്വരീയമായ ശാന്തതയാണ് അദ്ദേഹത്തെ തോൽക്കാൻ അനുവദിക്കാത്ത ഏറ്റവും വലിയ ആയുധമാക്കിയത്. നിങ്ങളുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടോ? എല്ലാവരും ഭയന്നുവിറയ്ക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് മാത്രം യാതൊരു ഭയവുമില്ലാതെ ശാന്തമായി ഇരുന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ സമയത്ത് നിങ്ങളുടെ കൈപിടിക്കാൻ ആ അദൃശ്യ ശക്തി കൂടെയുണ്ടായിരുന്നു. ഈ ലോകത്ത് നിങ്ങൾക്ക് പണവും സ്വാധീനവുമുള്ള ശത്രുക്കളെ ബുദ്ധിമുട്ടി തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഏത് കൊടുങ്കാറ്റിലും ശാന്തമായിരിക്കുന്ന ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യന്റെ മനസ്സിനെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല. ഈ ആത്മവിശ്വാസമാണ് ഈശ്വരൻ കൂടെയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരും നിങ്ങളെ കൈവിട്ടപ്പോഴും വലിയൊരു പ്രതിസന്ധി വന്നപ്പോഴും ദൈവം നിങ്ങളെ അത്ഭുതകരമായി കൈപിടിച്ച് നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ആ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കൂ. അത് വായിക്കുന്ന മറ്റുള്ളവർക്കും അതൊരു വലിയ ആത്മവിശ്വാസമായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറച്ചെങ്കിൽ, ഒരു കുഞ്ഞു പ്രകാശമെങ്കിലും തന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവർക്കായി ബുദ്ധിയും തന്ത്രവും മോട്ടിവേഷനും നൽകുന്ന ചാണക്യന്റെ ഇത്തരം കൂടുതൽ ജീവിത രഹസ്യങ്ങൾക്കായി നമ്മുടെ ചാണക്യലോകം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വയ്ക്കൂ.
നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനുമാണ് അടുത്ത വീഡിയോകൾ ചെയ്യാനുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. മറ്റൊരു മികച്ച ചാണക്യതന്ത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.